മോളീസ് ഗാർഡൻ സ്റ്റോറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ ഐറ്റം കാണിച്ചു തരാം കേട്ടോ. ഇത് എൻ്റെ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു കൃഷിയിലുള്ള ഐറ്റമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാനത് കാണിച്ചു തരാം. എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും. നമുക്ക് ഒത്തിരി അധികമൊന്നും വേണ്ട, എന്നാലും നമുക്ക് കിട്ടുന്ന സാധനങ്ങളൊക്കെ ഇച്ചിരിച്ച് കൃഷിയായിട്ട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു രീതി എനിക്കുണ്ട്. അപ്പോൾ അങ്ങനെ എനിക്ക് കിട്ടിയ ഒരു 2-3 അരി ഞാനിട്ട് കിളിപ്പിച്ച് കൊണ്ടുവന്നാണ്. അതായത് ഇപ്പോൾ നമ്മുടെ ചോളം വെറൈറ്റീസ് അതിൽ ഒരു ഐറ്റം കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഇതുണ്ടോ? ഇത് നമ്മുടെ മെയ്സ് എന്ന് പറയുന്ന ഇതാണ്. നമുക്കിതുകൊണ്ട് കണ്ടോ, നല്ലതായിട്ടുണ്ടായിട്ടുണ്ട്. ഇത് ഒരെണ്ണത്തിൽ ഒരു 2-3-4 കായൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ രണ്ടെണ്ണം വന്നിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി നല്ല വലിപ്പത്തിലൊക്കെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരെണ്ണത്തിൽ അധികം കായകളില്ലാതെ ഒരു 1-2 കായൊക്കെ ആണെങ്കിൽ നല്ല വലിപ്പമുള്ള കായകൾ കിട്ടും. ഇതിപ്പം ഇതിനകത്ത് കണ്ടോ, ഇത് കൂട്ടി തന്നെ ഒരെണ്ണൂടെ വന്നിട്ടുണ്ട്. ഇത് അതിൻ്റെ ചോട്ടിൽ ഇവിടെ ഒരെണ്ണമുണ്ട് കേട്ടോ. ഇതൊക്കെ അത്യാവശ്യം നല്ല വലിപ്പത്തിൽ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ കായൊക്കെ ആയി വരുമ്പോൾ ഇതിൻ്റെ കമ്പുകൾ കുറച്ച് കോതി കൊടുക്കുന്നത് നല്ലതാണ്. ഇതുണ്ടോ, ഇതിൽ അത്യാവശ്യം ഒരു കായേ ഉള്ളൂ. ഒരെണ്ണം താഴെ വരുന്നുണ്ട്, അതത്ര വലിപ്പത്തിലായിട്ടില്ല. അപ്പോൾ ഇതിന് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. അതുകൊണ്ടോ ഇത് നല്ല രസമാണ് കേട്ടോ. നമ്മൾ ഇത് വീട്ടിൽ അധ്വാനിച്ച് 1-2 കായൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കിത് വലിയ കാര്യമല്ലേ. ഇപ്പോൾ ഇത് കാണുമ്പോൾ ഓർക്കും ഇതിന് മാത്രം പറയാനായിട്ടുള്ള കാര്യമുണ്ടോ എന്ന്. പക്ഷേ ഇത് കണ്ടോ, നമ്മൾ വീട്ടിൽ തന്നെ കഷ്ടപ്പെട്ട് കൃഷി ചെയ്ത് 1-2 കായൊക്കെ അതിലുണ്ടാകുമ്പോൾ അത് നമുക്ക് വലിയൊരു കാര്യമാണ്. നമ്മൾ കമ്പത്തൊക്കെ പോകുമ്പോൾ ഇതേണ്ട ഇഷ്ടംപോലെ നിൽക്കുന്ന കാണാം. പക്ഷെ നമുക്ക് അതൊന്നും വലിയ കാര്യമായിട്ട് നമുക്ക് തോന്നുകയില്ല. കാരണം അത് അവരുടെ കൃഷിയാണ്, കൃഷി രീതിയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ അത്ര വലിയ ഒരു കാര്യമായിട്ട് തോന്നില്ല. പക്ഷെ നമ്മൾ അധ്വാനിച്ച് അതിലൊരു കായൊക്കെ ഉണ്ടാകുമ്പോൾ അത് വലിയ കാര്യമാണ്. അപ്പോൾ ഞാനിത് അങ്ങനെ ഒരു കൃഷിക്കാരിയായിട്ട് അങ്ങനെ ചെയ്യുന്നതല്ല. നമുക്ക് കിട്ടിയ ഒരു വിത്ത് അത് കൊണ്ടുപോയിട്ട് മുളപ്പിച്ച് ഒക്കെ ചെയ്യുമ്പോൾ ഇതുണ്ടോ, അതിൽ കായൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് വളരെ സന്തോഷം. അപ്പോൾ ഇത് സാധാരണ ഇതിൻ്റെ ഈ ഇലകളെല്ലാം ഇങ്ങനെ ഈ താഴെയുള്ള ഇലകളൊക്കെ നമുക്ക് കായായി കഴിയുമ്പോൾ ഇങ്ങനെ കളഞ്ഞത് എനിക്ക് സമയം കിട്ടിയില്ല. അങ്ങനെ ഇത് കോതി കളഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പത്തിൽ കായ ഉണ്ടാവും. ഈ ഉണ്ടാകുന്ന കായ്ക്ക് നല്ല വലിപ്പം ഉണ്ടാവും. അപ്പം ഇതിൻ്റെ ചുവട്ടിൽ ഇതുപോലത്തെ ഇതൊക്കെ നമുക്ക് കളയാം. ഇതിങ്ങനെ കളഞ്ഞു കഴിഞ്ഞാൽ കായ വലുതായിട്ട് കിട്ടും. പിന്നെ ഇത് നമുക്കുണ്ടല്ലോ ഉണക്കി നമുക്ക് ഇത് ഒരു കോണിൻ്റെ നമുക്കുണ്ടല്ലോ ചെറിയ പിഞ്ചായിട്ടുള്ള സമയത്തെടുത്ത് ഇത് നമുക്ക് പുഴുങ്ങി അങ്ങനെ യൂസ് ചെയ്യാം, ഭക്ഷണമായിട്ട് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ഇത് നല്ലതായിട്ട് മൂത്ത് കഴിയുമ്പോൾ അത് അതിൻ്റെ അരി ഉണക്കി പൊടിച്ച് പുട്ട്, ഉപ്പുമാവ്, നമുക്ക് എന്ത് ഐറ്റം വേണമെങ്കിലും ഉണ്ടാക്കാൻ കൊള്ളാമല്ലോ. അപ്പോൾ നമുക്കിത് ഇത്രയും കായകളുള്ളെന്ന് പറഞ്ഞാൽ പോലും അത്യാവശ്യം നമുക്ക് ഇതിൻ്റെ ക്വാണ്ടിറ്റി കിട്ടും കേട്ടോ. ഇത് നമ്മൾ അടത്തി ഉണക്കി ഒക്കെ എടുത്തു കഴിയുമ്പോൾ അത്യാവശ്യം കുറച്ച് കിട്ടും, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ നിന്നും കൂടുതൽ വിത്തുകൾ എടുത്ത് നമുക്ക് അടുത്ത കൃഷിയിൽ കൂടുതൽ വിത്തുകൾ ഉണ്ടാക്കി കൂടുതൽ ചെടികൾ ഉൽപ്പാദിപ്പിച്ച് കൂടുതൽ ചോളം ആക്കിയെടുക്കാം. അപ്പോൾ എല്ലാവർക്കും സാധിക്കുന്ന പോലെ ഇതൊക്കെ കിട്ടിയാൽ ഇങ്ങനെയൊക്കെ കുഴിച്ചിട്ട് കായ്കളൊക്കെ ഉണ്ടാക്കി നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കണം.
അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്കും കമൻറ്റും ഷെയറും തന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു. ഓക്കെ, ബൈ ബൈ.